ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ലൈവ് എങ്ങനെ ചെയ്യാം, എന്തൊക്കെ ലൈവില് പാടില്ല എന്നതിനെ കുറിച്ചൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ ബിഗിനേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അറിയാത്തവർ എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പൊ നമുക്കൊരു ലൈവ് ചെയ്യണമെങ്കിൽ ആദ്യം 50 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ ചാനൽ ഫോൺ വെരിഫൈഡ് ചെയ്തിരിക്കണം. അങ്ങനെ കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്, എങ്കിൽ മാത്രമേ നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മൾ എല്ലാവരും മോണിറ്റൈസേഷൻ ആകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നവരാണല്ലേ. അപ്പൊ നമുക്ക് കൂടുതലായിട്ടും ലൈവ് ചെയ്യുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് മോണിറ്റൈസ്ഡ് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ മോണിറ്റൈസ്ഡ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, വീഡിയോന്റെ കാര്യത്തിൽ ഹാഫ് മോണിക് ആണെങ്കിൽ 500 സബും 3000 വാച്ച് അവേഴ്സും വേണം. ഫുൾ മോണിക് ആണെങ്കിൽ 1000 സബും 4000 വാച്ച് അവേഴ്സും വേണം. 1 ഇയേഴ്സിലാണ് കേട്ടോ. അതേപോലെ തന്നെ ഷോർട്സിന്റെ കാര്യത്തിലാവുമ്പോൾ ഹാഫ് മോണിക്ക് വന്നിട്ട് 500 സബും 30 ലക്ഷം വ്യൂസും വേണം 90 ഡേയ്സിൽ. ഫുൾ മോണിക് ആണെങ്കിലും 90 ഡേയ്സിലാണ് 1000 സബും 100 ലക്ഷം വ്യൂസും വേണം. 1 crore വ്യൂസും വേണം കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും കേട്ടോ. 4000 വാച്ച് അവേഴ്സ് ഒക്കെ പെട്ടെന്ന് നമുക്ക് ലൈവിലൂടെ നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുകയാണെന്ന് വെച്ചാൽ ഏകദേശം 2-3 ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് 4000 അവേഴ്സ് നേടിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സും നേടിയെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങളൊരു ഗ്രൂപ്പ് പോലെ ഫോം ചെയ്ത് ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് ലൈവില് വരികയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വാച്ച് അവേഴ്സും സബ്സ്ക്രൈബേഴ്സും നേടിയെടുക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ലൈവ് ചെയ്ത് പെട്ടെന്ന് മോണിറ്റൈസിലാക്കി എടുക്കാൻ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്യാഷും ലൈവിലൂടെ ലഭിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ ഇതുവരെ ലൈവ് ചെയ്യാൻ അറിയാത്തവർക്ക് ഞാൻ എങ്ങനെയാണ് ലൈവ് ചെയ്യുക എന്നത് സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നതായിരിക്കും. കുറെ പേരൊക്കെ വന്നിട്ട് എനിക്ക് ലൈവ് കിട്ടുന്നില്ല, ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങിയതും തന്നെ ലൈവ് ചെയ്യാൻ പറ്റില്ല. ഫോൺ വെരിഫൈഡ് ചെയ്തിരിക്കണം. അതുപോലെ 50 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റും. നമ്മൾ സ്ഥിരമായിട്ട് ഒരേ ടൈമിൽ ലൈവ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ വ്യൂവേഴ്സിനെയും അതുപോലെ വാച്ച് ടൈമും പിന്നെ ഡോളറും എല്ലാം നല്ലതുപോലെ കിട്ടുന്നതായിരിക്കും കേട്ടോ. മോണിറ്റൈസേഷൻ ആയവർക്കാണ് ഡോളർ ലഭിക്കുക, അല്ലാത്തവർക്ക് വാച്ച് ടൈം ആണെങ്കിലും വ്യൂവേഴ്സ് ആണെങ്കിലും കൂടുതൽ കിട്ടുന്നതായിരിക്കും. നല്ലതുപോലെ വ്യൂവേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബേഴ്സും കൂടി വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ നമ്മളൊരു സ്ഥിരമായിട്ട് ഒരു ടൈം ചൂസ് ചെയ്തിട്ട് നമ്മൾ എല്ലായ്പ്പോഴും ലൈവ് ചെയ്യുന്നുണ്ട് എന്ന് യൂട്യൂബിന് ബോധ്യപ്പെടുത്തുക, എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈവ് റെക്കമെൻഡേഷനിലേക്ക് പോകത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും നോട്ടിഫിക്കേഷൻ ചെല്ലത്തുള്ളൂ. സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ നോട്ടിഫിക്കേഷൻ ചെല്ലത്തുള്ളൂ കേട്ടോ. നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടാൽ മാത്രമേ അത് യൂട്യൂബ് അയക്കത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് എല്ലാവരും സബും ബെൽ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് കേട്ടോ. ബെൽ ബട്ടൺ ഓൺ ചെയ്താൽ മാത്രമേ നമ്മുടെ നോട്ടിഫിക്കേഷൻ അവർക്ക് ചെല്ലത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ലൈവ് ചെയ്യുക എന്നത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് കാണിച്ചു തരാൻ പോകുന്നത്. 2 തരത്തിൽ നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റും. സ്ക്രീൻ കാസ്റ്റ് ലൈവും അതേപോലെ തന്നെ സാധാരണ ലൈവും കേട്ടോ. സ്ക്രീൻ കാസ്റ്റ് ലൈവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ട് അത് റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക, മനസ്സിലായല്ലോ. മണിക്കൂർ കണക്കോളം അതിനെ തന്നെ ഒരു ടോപ്പിക് എന്തെങ്കിലും എഴുതിയിടാറുണ്ട് ഇല്ല ചിലവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്. അപ്പൊ അത് തന്നെ വന്നുകൊണ്ടേയിരിക്കും. അതാണ് സ്ക്രീൻ കാസ്റ്റ് ലൈവ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ഇവിടെ പറയാൻ പോകുന്നത് സാധാരണ ലൈവാണ് കേട്ടോ. ഇപ്പൊ സ്ക്രീൻ കാസ്റ്റ് ലൈവ് ചെയ്യുന്നവര് ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അത് ശ്രദ്ധിച്ച് ചെയ്യണം. ലൈവ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാരകായുധങ്ങളൊന്നും ലൈവ് ചെയ്യുമ്പോൾ കൊണ്ടുവരാൻ പാടില്ല. ചെറിയ കുട്ടികളെ ലൈവിൽ കൊണ്ടുവരാൻ പാടില്ല. ചെറിയ കുട്ടികൾ ഡ്രസ് ഇല്ലാതെ വരുന്നതും നമ്മുടെ ലൈവിനെ ബാധിക്കുന്നതായിരിക്കും കേട്ടോ. ചാനലിന് തന്നെ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ പോളിസീസും കാര്യങ്ങളൊക്കെ കുറെ ഉണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് വേണം ലൈവ് ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ. പിന്നെ ലൈവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗ്രൂപ്പായിട്ട് എന്താ പറയാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഫോം ചെയ്തിട്ട് ലൈവ് ചെയ്യുകയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നമുക്ക് വ്യൂവേഴ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. കമന്റ്സും ലൈക്കൊക്കെ വരാനും സാധ്യത കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നൊരു ടൈം പറയുക, ഇന്ന ടൈമിൽ ഞാൻ എപ്പോഴും ലൈവ് ചെയ്യുന്നതായിരിക്കുമെന്ന് എന്താ പറയാ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈവില് കൂടുതൽ വ്യൂവേഴ്സ് വരുന്നതായിരിക്കും. അപ്പോ ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന അമ്മമാരാണെങ്കിൽ നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ലൈവ് ചെയ്യാൻ പറ്റൂല്ലേ. 1 അവേഴ്സിൽ കൂടുതൽ ലൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു വരുമാനം നമുക്ക് നേടിയെടുക്കാനും യൂട്യൂബിൽ നിന്ന് പറ്റും കേട്ടോ. നല്ലൊരു വരുമാനം ലൈവിലൂടെ തന്നെ ലഭിക്കും. കാരണം ലൈവിലൂടെയാണ് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. കുറെ പേരെ കണ്ടിട്ടില്ലേ ലൈവ് തന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും ലൈവ് ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ചാൽ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വരുമാനം ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ മാക്സിമം ലൈവ് ചെയ്യാൻ നോക്കുക.
വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ 2 മണി മുതൽ ഒരു 4 മണി വരെയാണ് ലൈവ് ചെയ്യാൻ പറ്റിയ ടൈം എന്ന് പറയുന്നത് അല്ലെ. കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുന്ന ടൈമിൽ ലൈവ് ചെയ്യാൻ നോക്കുക. അപ്പൊ അത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ട് പോവുക കേട്ടോ. അപ്പൊ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് നല്ല വ്യൂവേഴ്സ് ലഭിക്കും. ഞാൻ റിപ്പീറ്റേഷൻ ചെയ്ത് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെന്ന് പറയുന്നത് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലി വിട്ട് വന്ന ശേഷം വൈകിട്ടൊക്കെ ഒരു ഹാഫ് അവേഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഇതൊരു സൈഡ് വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് സ്ഥിരമായിട്ട് ചെയ്യണം. അല്ലാതെ എപ്പോഴെങ്കിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വ്യൂവേഴ്സ് ഉണ്ടാകത്തില്ല. നമ്മൾ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലാണെങ്കിലും അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഡെയിലി ചെയ്യുകയാണെന്ന് വെച്ചാൽ ഡെയിലി ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടോ. ചിലവരൊക്കെ ഒരു ദിവസം തന്നെ 4-5 പ്രാവശ്യമൊക്കെ ലൈവിൽ വന്ന് പോകാറുണ്ടല്ലേ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അപ്പൊ നല്ല വരുമാനം അതിലൂടെ നേടിയെടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് അവരെ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വൈഫൈ ഒക്കെ ഉള്ളവർക്ക് വെറുതെ ഇങ്ങനെ ലൈവില് ഇരുന്നുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ സ്ക്രീൻ കാസ്റ്റ് ലൈവും ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ എങ്ങനെയാണ് ലൈവ് ചെയ്യുക എന്നത് സ്ക്രീൻ റെക്കോർഡ് സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ അതിന്റെ മുമ്പായിട്ട് എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും കൂടി ചെയ്യുക. ഹൈപ്പ് എന്നത് പുതിയൊരു ഓപ്ഷനാണ്. കുറെ ആയി, എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം. ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് ആണ് കേട്ടോ കിട്ടുക, അല്ലാതെ ക്യാഷ് ഒന്നും പോകത്തില്ല. അപ്പൊ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടുതലും ആയിട്ട് റെക്കമെൻഡ് ചെയ്യും. അത്രേ ഉള്ളൂ ഹൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഇതിനു മുമ്പ് ഞാൻ കുറെ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. താല്പര്യമുള്ളവർ കാണുക കേട്ടോ. തുർക്കക്കാർക്കായിരിക്കും കൂടുതലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലൈവ് ചെയ്യുക എന്നത് സ്ക്രീൻ റെക്കോർഡ് സഹിതം ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. ഓക്കെ, ആദ്യം നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുക. താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ, ഷോർട്സ്, ലൈവ് ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ലൈവ് ആണ് വേണ്ടത്. അപ്പോൾ ലൈവിൽ ക്ലിക്ക് ചെയ്യുക. ലൈവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കും. നമുക്ക് വെർട്ടിക്കൽ ലൈവ് ചെയ്യണോ ഹൊറിസോണ്ടൽ ലൈവ് ചെയ്യണോ എന്ന് നമ്മൾ തീരുമാനിക്കാം കേട്ടോ. മോണിറ്റൈസേഷൻ ആയവരാണെങ്കിൽ ഹൊറിസോണ്ടൽ ലൈവ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാത്തവരാണെങ്കിൽ വെർട്ടിക്കൽ ലൈവ് ചെയ്യുക. വെർട്ടിക്കൽ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് നേടാൻ സാധിക്കും. ഷോർട്സ് സ്പീഡിലേക്ക് പോകും കേട്ടോ. പിന്നെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ. ഏറ്റവും അവസാനമായി കാണുന്ന പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് തമ്പനെയിലും ഡിസ്ക്രിപ്ഷനും ടൈറ്റിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മേലെ കാണുന്ന പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലോട്ട് പോകും. നമുക്ക് തമ്പനെയിൽ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പുതിയതായിട്ട് തമ്പനെയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ പബ്ലിക് ആക്കി കൊടുക്കുക. പിന്നെ നോ കിഡ്സ് ഫോർ അത് കൊടുക്കുക. പിന്നെ നമ്മുടെ ലൊക്കേഷനൊക്കെ കൊടുക്കുക. പിന്നെ ആഡ് ഡിസ്ക്രിപ്ഷൻ അത് മെയിനായിട്ട് കൊടുക്കുക. സ്ക്രീൻ കാസ്റ്റ് ലൈവ് ആണെങ്കിൽ അത് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏത് തരം ലൈവാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. അഡ്വാൻസ്ഡ് സെറ്റിങ്സ് അത് അലോ ഒക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. എന്നിട്ടാണ് നമ്മൾ ഗോ ലൈവിലേക്ക് പോകേണ്ടത് കേട്ടോ. എന്തായാലും തമ്പനെയിൽ കൊടുക്കുക. പിന്നെ നമ്മളിപ്പോൾ ലൈവ് ചെയ്തുകൊണ്ട് ഇതാണ് കേട്ടോ ലൈവ്. ഗോ ലൈവിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ കൊടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കൊടുത്തുന്നേ ഉള്ളൂ കേട്ടോ. എൻ്റെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഡണ്ണ് കൊടുക്കണം. ഡണ്ണ് കാണിക്കുന്നതായിരിക്കും. അപ്പം ഞാനിത് ജസ്റ്റ് വെറുതെ ചെയ്തെന്നുള്ളൂ. ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. പ്രോസസ്സിംഗ് ഒന്നും കംപ്ലീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രോസസ്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വാച്ച് അവേഴ്സ് ലഭിക്കത്തുള്ളൂ. നമ്മൾ ലൈവ് ചെയ്യുമ്പോഴുള്ള വാച്ച് അവേഴ്സ് നമുക്ക് ലഭിക്കത്തില്ല കേട്ടോ. അപ്ലോഡ് ചെയ്ത ശേഷമുള്ള വാച്ച് അവേഴ്സേ ലഭിക്കത്തുള്ളൂ. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.